രക്ഷിതാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, ഈ ലവ് ഷോട്ടിലെ പ്രിയപ്പെട്ട ടീച്ചർമാരെ, ഗഫൂറും ഷാഫിയൊക്കെ അടക്കമുള്ള ഇതിൻ്റെ നടത്തിപ്പിനായിട്ട് ജീവിതത്തിലെ വലിയൊരു സമയം ചെലവിടുന്ന മനുഷ്യസ്നേഹികളായ എൻ്റെ സഹോദരന്മാരെ, ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ വന്നിട്ട് 2-3 വർഷമായി. ലഫർ 2-3 വർഷമായി. പലപ്പോഴും വരാൻ ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഭിന്നശേഷി കുട്ടികളുടെ എണ്ണം നാട്ടിൽ പരിശോധിച്ച് വരുമ്പോൾ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മുമ്പുള്ളതിനേക്കാളും സർവേ റിപ്പോർട്ടുകൾ നമുക്കത്ര സുഖകരമല്ല. പക്ഷെ ഇപ്പോൾ ഗർഭാവസ്ഥയിൽ തന്നെ അത്തരത്തിലുള്ള വല്ല പ്രതിസന്ധികളും കുട്ടികൾക്കുണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്താനുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. കുറേയൊക്കെ മരുന്നുകൊണ്ട് പ്രസവത്തിന് മുമ്പ് തന്നെ അത് പരിഹരിക്കാൻ കഴിയുന്നു എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ഏതായിരുന്നാലും ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോഴുള്ള പ്രയാസം നേരിട്ട് അറിവുള്ള വ്യക്തി കൂടിയാണ്. എൻ്റെ മൂത്ത മകളെ സംബന്ധിച്ച് അവിടെ ആദ്യത്തെ കുട്ടി ഇപ്പം 8-9 വയസ്സായി. ഇതേപോലെ 6 മാസത്തിലാണ് അവൾ പ്രസവിച്ചത്. അതിനോടനുബന്ധിച്ചുണ്ടായ വിഷയങ്ങൾ കൊണ്ട് ഈ പ്രതിസന്ധി ഓരോ ദിവസവും സമൂഹത്തിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇടപെട്ട് വരാറുമുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഏറ്റവും കൂടുതൽ ഫണ്ട് ഞാൻ നൽകിയത് ഈ പറയുന്ന മേഖലയിൽ ബഡ്സ് സ്കൂളുകൾക്കായിരുന്നു. ഇവിടെ ഒരുപാട് മനുഷ്യരുടെ സഹായത്തോടും പിന്തുണയോടും കൂടി തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്കുള്ള ക്ഷമ, അവരുടെ മനുഷ്യത്വം, അതൊക്കെ ഇതിന് വലിയ പ്രാധാന്യമാണ്. അതുകൊണ്ട് അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ സമൂഹത്തെ. ഏതായിരുന്നാലും ഈ കുടുംബങ്ങൾക്ക് മുഴുവൻ ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമാണ് നമ്മുടെ ലവ് ഷോർ. ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ ഇതിനെ സഹായിക്കാൻ കടന്നു വരുന്നതും പടച്ചവൻ്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള കുട്ടികളാണ് ഇവർ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാനിവിടെ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ വരാനും ഈ കുട്ടികളെയും രക്ഷിതാക്കളെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കുട്ടികൾക്ക് എന്തോ സമ്മാനം കൈമാറണം എന്ന് പറയുന്നുണ്ട്. അതുകൂടി നിർവഹിച്ച് ഞാൻ പോകും. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സംഘാടകർ, നിങ്ങളെ സഹായിക്കുന്ന മറ്റു മനുഷ്യസ്നേഹികളായ ആളുകൾ, എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സർവശക്തൻ്റെ അനുഗ്രഹം ഈ സ്ഥാപനത്തിനും ഈ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.